ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി, അതായത് ക്ലാസിക് 350 അത് ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വൈസർ വെച്ചായിരുന്നു, നമ്മുടെ ഹിമാലയനുള്ള വൈസർ, ക്ലിയർ വൈസർ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്യണമെന്നുള്ള ഒരു ചെറിയ പ്ലാനുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടിയിൽ ഒന്നാണ് നമുക്ക് ആദ്യം പോയി അതൊന്ന് സ്മോക്ക് ചെയ്യണം. എന്നിട്ട് എന്തൊക്കെയാണോ നടക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്കൊരു ചെറിയ ഓട്ടം വന്നായിരുന്നു. കിടക്കുന്ന വണ്ടി നമ്മുടെയാണ്. അപ്പം ജസ്റ്റ് ഈ ലോഡൊന്ന് അടിച്ചിട്ട് പിന്നെ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ലോഡ് ഇറക്കാൻ വന്ന വീട്ടിൻ്റെ അയ്യത്താട്ടി ഇട്ടിരുന്ന ഒരു കുതിരയാണ്. സീനാണോ? വേണ്ട, അയ്യോ ഞാൻ ഗൈസ് നമുക്കൊന്ന് വിട്ടു നോക്കാം. ഓ അവിടെ അവിടെ ഒരു കുഞ്ഞിപ്പോൾ ഉണ്ട്. നമ്മുടെ വണ്ടി തോണ്ട് അങ്ങ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. വാ, ഗൈസ്, അങ്ങനെ നമ്മുടെ ലോഡറൊക്കെ കഴിഞ്ഞ് കണ്ട് അവിടെ ഒരു സുന്ദരച്ചെറുക്കൻ നിൽപ്പുണ്ട്. അവിടെ അപ്പുറത്ത് ഒരു സുന്ദരി നിൽപ്പുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു, എന്നിട്ട് അടുത്ത പരിപാടി തുടങ്ങുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. പോടാ. എന്താ മോനെ? ഗായ്സ്, ഇതിപ്പോൾ നമ്മുടെ ഒരു ബ്രോൻ്റെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പാണ്. അപ്പം ഇവിടെ ഒരു കോളേജ് കിടപ്പുണ്ട്. ആ വണ്ടി നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി. ഇതേത് മോഡലൊക്കെ കോളേജ്? 2003 മോഡൽ RS എന്ന് പറയുന്ന എഡിഷന്. ഫുൾ പെയിൻറ്റിങ് വർക്കാണ്. ജസ്റ്റ് ഒന്ന് കണ്ട. വണ്ടി പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ വേറെ ലെവലാവുമായിരിക്കും മോനെ. ഓക്കെ, ഇതാണ് മുതലാളി. ഇവിടെ വേറൊരു വണ്ടി ചേതക്ക്. കുട്ടിയൊക്കെ ഇട്ട് വെച്ചിരുന്നു. നമ്മുടെ ക്വാളിസിന്റെ ബോണറ്റ് കണ്ടിരിക്കുന്നു. ബിൽഡുകളുടെ ഇവിടെ നമുക്ക് വേറൊരു വോക്സ്വാഗണിൻ്റെ വണ്ടി കിടപ്പുണ്ട്. ഇതിൻ്റെ ബാക്ക് പാർട്ട് എന്താ പരിപാടി ചെയ്യാണ്. ഈ വോക്സ്വാഗണിൻ്റെ ഡിസൈനൊക്കെ തന്നെയാണ് വലിയ ഗൈസ്. എത്ര കാലമായാലേ ആ ഒരു ഡിസൈൻ ഏജ്ലെസ് ആയിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ കിടക്കുന്ന ക്വാളിറ്റി. കിടിലൻ വണ്ടിയാണ്. ഗൈസ്, അങ്ങനെ ഫൈനലി ഒരു സമയം ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ R1 അതേപോലെ തന്നെ ക്ലാസിക്കും കൊണ്ട് രാവിലെ പറഞ്ഞ കടയിൽ പോകാൻ പോകുന്നത്. അതായത് ജസ്റ്റ് ഇതിനൊരു ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. ഇതിനൊരു ഫിലിം അടിക്കാൻ ഈ ഒരു വൈസറിന്. പിന്നെ ഈ വണ്ടിക്കും ചെറിയൊരു വർക്കുണ്ട്. അതെന്താണെന്ന് അവിടെ ചെന്നിട്ട് കാണിക്കാം. ഓ എൻ്റെ ഫേവറേറ്റ് കൺസോള് R1 പോലെ തന്നെ. പിന്നെ ആ വൈസർ ഒന്ന് സ്മോക്ക് ചെയ്യാന്, ഹിമാലയൻ്റെ വൈസർ. ചെറിയൊരു സാനിറ്റൈസർ നമ്മുടെ ഇതിൻ്റെ പൈസ
സമയം എടുക്കുമോ? ഏതാടാ പൂരാൻ പറ്റും 4 സ്പൂണിന്റെ വെള്ളത്തിൽ. നീ ഇവന്റെ 6 എണ്ണിന് എന്തുവാണ്? മാറ്റ് ബ്ലാക്ക് വേണം നമുക്ക്, ഇതേപോലത്തെ അകം കാണാൻ പറ്റണം. എന്നാ ഇങ്ങനെ ഇരിക്കണം. ഇത് മതിയോടാ? കുറച്ചുകൂടെ ഡാർക്ക് ഇത് മതിയല്ലേ? ഊരി ചെയ്യണോ അതോ ഇങ്ങനെ വെച്ച് ചെയ്യാനാണ്? എങ്ങനെയായാലും സംഭവം നേരെ സ്ക്രൂവിലേക്കും അപ്പുറത്തേക്ക്. മനസ്സേ ഇത് വെക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും? വണ്ടി ബോറായിരിക്കും അതോ? കുഴപ്പമില്ലായിരിക്കും ഇല്ലേ? ക്ലിയറിനെക്കാട്ടി നല്ലതായിരിക്കും. ഡാർക്ക് ബ്ലാക്ക് വേണ്ട, നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബ്ലാക്ക് മതി. എന്താണോ ഗൈസ്, നമ്മളങ്ങനെ സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് വേണ്ട ഈ കടയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ആൾട്രോസിൻ്റെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു ഫിലിം വേണ്ട, ഈ ഒരു ഷെയ്ഡുള്ള ഇത് വലിയ കുഴപ്പമില്ലല്ലേ? ഇതാണിപ്പോൾ നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറെ ഇരിക്കുന്ന ഡാർക്ക് ബ്ലാക്കും അതേപോലെ തന്നെ മാറ്റ് ബ്ലാക്കും അതൊന്നും വേണ്ട. ഇതെന്നാ തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ അല്ലേടാ? എന്താ പറയുന്നത്? ഇതായിരിക്കും ഇല്ലേ ഗൈസ്? നമ്മൾ എന്തായാലും അങ്ങനെ വേണ്ട ഈ ഒരു കളർ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം 2 ദിവസം മുമ്പേ ഞാൻ നിങ്ങളെ ക്വാളിസിൻ്റെ ഒരു വർക്ക് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു. അതുകൊണ്ട് അവനവിടെ കിടപ്പുണ്ട്. അപ്പോൾ ക്വാളിസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എന്തായാലും ഞാൻ വണ്ടിയുടെ ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണിച്ചു തരാം. 2 ദിവസം മുമ്പായിരുന്നു നമ്മൾ മറ്റേ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ചെറുക നാണ്ട കിടക്കുന്നു എൻ്റെ മോനെ എന്നാലൊക്കെ. ഇപ്പം വണ്ടിയുടെ ബേസ് കോട്ട് പിടിച്ച് അതേപോലെ തന്നെ ക്ലിയർ പിടിച്ച് കഴിഞ്ഞ് ഇപ്പം പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡ് ഇപ്പം ഒരു സൈഡ് പോളിഷ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാം ഈ മങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷാണ്. ഇത് നമ്മളിനി ബഫ് ചെയ്യുമ്പം ഇത് മാറിയിട്ട് നല്ല ഗ്ലോസായിട്ട് ഒരു ഫിനിഷ് കിട്ടും. ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പോളിഷ് ചെയ്ത് കഴിഞ്ഞ ഭാഗം, പോളിഷ് ചെയ്യാത്ത ഭാഗം. ഗൈസ്, നമ്മുടെ ക്വാളിസിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ വേറെ ഒരു പച്ച ക്വാളിസ്, ഇതും RS-ആണ്. അതേപോലെ തന്നെ ഒരു മാരുതി 800 വന്നിട്ട് ഇതിൻ്റെയും വർക്കിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഫൈനലി നമ്മൾ വേണ്ട എൻ്റെ വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കാൻ പോവുകയാണ്. 2 ദിവസം മുമ്പേ നമ്മൾ അടിക്കാൻ പോകുന്ന പറഞ്ഞു, പക്ഷേ അത് നടന്നില്ല. എന്തായാലും ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിഷ്വൽ ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. എന്തായാലും നമ്മളിപ്പോൾ നേരെ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇവിടെ വേണ്ട R15 ഉണ്ട്, ക്ലാസിക് ഉണ്ട്. അപ്പോൾ പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മളിപ്പം സ്റ്റിക്കർ കടയിലെത്തിയിട്ടുണ്ട്. കണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി. നമ്മൾ വൈസറിന് ഒട്ടിക്കാൻ പോകുന്നത് വേണ്ട ഇതും, പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ്സിന് മറ്റേ റെയിൻബോ പോലത്തെ ഒരു കവർ ഒട്ടിക്കുന്നുണ്ട്. ഇതാണ് കട.